എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ. കാരണം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയുന്ന ഓരോ വരിയും നിങ്ങൾ ഇമാജിൻ ചെയ്ത് കേൾക്കുക. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ട്യൂണിങ് പ്രോസസ്സാണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വളരെ പെട്ടെന്ന് കൂട്ടാൻ സാധിക്കും. അതോടൊപ്പം ഇതിൻ്റെ എൻഡിൽ ഞാൻ ഒരു മണി റിലേറ്റഡ് മാനിഫെസ്റ്റേഷനും പറയുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഇതിനൊരു പ്രത്യേകതയുണ്ട്. 7 ദിവസത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതിന് മുമ്പ് ഈ ട്യൂണിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു ഞാൻ പറയുന്ന മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിനോട് മൈൻഡ് ഒന്ന് റെഡി ആകുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ഒപ്പം ഇമാജിൻ ചെയ്യുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലൊരു സീഡ്, ഒരു വിത്തുണ്ട്. ഞാനത് നടാൻ പോവുകയാണ് കേട്ടോ. നടുമ്പോൾ അത് മുളച്ചു വരുന്ന ചെടിയിൽ നിന്നും സാധാരണ ഒരു ചെടി മുളയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഒന്നുകിൽ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ വെജിറ്റബിൾസ്, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ ആയിരിക്കുമല്ലേ. പക്ഷേ ഞാൻ ഈ നട്ട സീഡ് മുളച്ചൊരു ചെടിയാകുമ്പോൾ അതിലുണ്ടാകുന്നത് കുറേ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ, ടോയ്സ്. ഇപ്പോൾ എത്ര പേർക്ക് ഞാൻ പറയുന്നത് ഒരു മണ്ടത്തരമാണെന്ന് തോന്നി, അല്ലെങ്കിൽ ഞാനൊരു മണ്ടിയാണെന്ന് തോന്നി ഈ പറഞ്ഞത് കേട്ടിട്ട്? അല്ലെങ്കിൽ ഒരു ചിരി വന്നവരുണ്ടാകുമോ? ഡൗട്ട്? ഉറപ്പായിട്ടും ഇതിലേതെങ്കിലുമൊക്കെ ഒരു ഫീൽ നിങ്ങൾക്കുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ബ്ലോക്സും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ ആ ചെടി നടുന്നു, അത് വളരുമ്പോൾ അതിൽ വരുന്ന എന്താണ്? കുറച്ച് ടോയ്സ്, കളിപ്പാട്ടങ്ങളാണ്. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് അതിൽ നിന്നും ഒരു കളിപ്പാട്ടം ഉണ്ടാകുന്നു എന്ന് വെച്ചോ, അതിൽ നിങ്ങൾക്കോ നിങ്ങളുടെ സറൗണ്ടിങ്സിനോ നമ്മുടെ ഈ ഭൂമിക്കോ എന്തെങ്കിലും ഒരു ദോഷം സംഭവിക്കാനുണ്ടോ? അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ അതിനെ ഡൗട്ട് അടിക്കുന്നത്, അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയുന്നത്? അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അല്ലേ. പക്ഷെ നമ്മളത് വിശ്വസിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി ചിന്തിക്കൂ. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കാണാത്ത പല ടെക്നോളജീസ്, നമ്മളിന്ന് യൂസ് ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഫോൺ ആയിക്കോട്ടെ, അതിലുള്ള പല ടെക്നോളജീസ് അന്ന് നമ്മൾ കേട്ടിരുന്നെങ്കിലോ നമ്മൾ എന്ത് പറയും? ഉറപ്പായിട്ടും പറയുമല്ലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിലോ അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണെന്ന് പറയുമല്ലേ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ലേ. അതുപോലെയാണ് നമ്മുടെ പവർ ഓഫ് മാനിഫെസ്റ്റേഷനും കേട്ടോ. നമ്മളൊരു കാര്യം നടക്കും എന്നുറപ്പിച്ച് നമ്മളതിനു വേണ്ടി എഫേർട്ട് ഇട്ടാൽ ഉറപ്പായും നടന്നിരിക്കും. ഞാൻ പറയുകയാണ്, ഞാനൊരു 5 years കഴിയുമ്പോൾ ഭയങ്കര ഒരു കോടീശ്വരിയാകുമെന്ന് ഞാൻ പറഞ്ഞ് അതിനുവേണ്ടി ഞാൻ ഫുള്ളായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ച് എൻ്റെ എഫേർട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനതായിരിക്കും. കാരണം അതിനി മറ്റുള്ളവർ ചിരിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ ഇത് കേൾക്കുന്ന ഒരാൾ, ഞാനിത് പറയുന്ന ഒരാൾ അത് നടക്കുമെന്ന് എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരണമെന്നൊന്നുമില്ല കേട്ടോ. അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ആ മാനിഫെസ്റ്റേഷൻ നടക്കാനും പോകുന്നില്ല. അവരത് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് എനിക്കിത് നടക്കാതിരിക്കാനും പോകുന്നില്ല. ഇതാണ് പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. കാരണം നിങ്ങളിപ്പോൾ വലിയ വലിയ ആൾക്കാരുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളിൽ പോയി പങ്കെടുത്തതുകൊണ്ടോ, കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടതുകൊണ്ടോ, കുറേ മാനിഫെസ്റ്റേഷൻസ് ട്രൈ ചെയ്തതുകൊണ്ടോ ഒന്നും നിങ്ങളുടെ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ 1% കൂടെ കൂടാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെയാണോ നിങ്ങൾ വിശ്വസിപ്പിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ വൈകാതെ എത്തിച്ചേരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസം എന്ന് പറയുന്നത് പരിപൂർണമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഒരുപാട് വിശ്വസിക്കും തോറും നമ്മുടെ വൈബ്രേഷൻ കൂടുകയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളറിയാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പായി ഞാൻ പറയുന്നത്, നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് മാനിഫെസ്റ്റ് ആകും. അതാണ് പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കമ്പാരിസൺസ് ഒഴിവാക്കുക. കാരണം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളുടൻ ചിന്തിക്കുന്നത് ഇത് ആർക്കെങ്കിലും ഒക്കെ മാനിഫെസ്റ്റ് ആയിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ഇതൊക്കെ സത്യമായിരിക്കുമോ, ഞാൻ ഇതിനു വേണ്ടി എന്തിന് ടൈം വേസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള പല ഡൗട്ട്സോടു കൂടിയായിരിക്കും നമ്മൾ എൻഡിൽ എന്താണ് അത് പരീക്ഷിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ അങ്ങനെ നിങ്ങൾ പരീക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തന്നെ നേടാൻ പറ്റുന്നതല്ല. അപ്പോൾ നമുക്ക് നാളെ എന്താണെന്നോ ഈ അടുത്ത നിമിഷം എന്താണെന്നോ സംഭവിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു മിറാക്കിളിൽ വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം വളരെ വലിയൊരു അത്ഭുതം സംഭവിക്കും എന്ന് നമ്മളെപ്പോഴും വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ മാനിഫെസ്റ്റേഷൻ പവർ നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഈ മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ഡബിൾ ആകുന്നില്ല.
ഇപ്പോൾ നമ്മൾ കുറച്ച് പൈസ സേവിങ്സ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. നമ്മളതിന് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മന്ത് കുറച്ച് പൈസ നമ്മുടെ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ്. അതൊരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ പ്രോസസ്സ് തുടരുകയാണെങ്കിൽ ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ് കഴിയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ നിക്ഷേപിച്ച തുക ഒരു എമൗണ്ടായി നമുക്ക് കിട്ടുമല്ലേ. അതുപോലെ തന്നെയാണ് പവർ ഓഫ് മാനിഫെസ്റ്റേഷനും. നിങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആകുന്നത് വഴി നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം കൂടും. അങ്ങനെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വിശ്വാസം കൂട്ടിക്കൂട്ടി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്കില്ല് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. അല്ലാതെ വലിയൊരാളുടെ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരുപാട് പൈസ മുടക്കി ലോ ഓഫ് അട്രാക്ഷനൊക്കെ പഠിച്ചവർക്ക് മാത്രമേ മാനിഫെസ്റ്റേഷൻ വഴങ്ങൂ എന്ന് വിശ്വസിക്കരുത് കേട്ടോ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെപ്പോലെയുള്ളവർ മറ്റൊരാൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വർക്കാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കും അത് വർക്കാകും. കാരണം യൂണിവേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആണ്. യൂണിവേഴ്സിന് ആരോടും പാർഷ്യാലിറ്റി ഇല്ല. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, തീവ്രമായി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അതിലും യൂണിവേഴ്സിന് പാർഷ്യാലിറ്റി ഇല്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. സോ എപ്പോഴും പോസിറ്റീവായിട്ട് ആലോചിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വയ്ക്കുക. ശേഷം ഞാൻ ഈ പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്നല്ല, മാനിഫെസ്റ്റേഷൻ ഇതാകും നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമേ പറയാം, ഇത് 7 ദിവസത്തിനകം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. ഞാൻ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ഇത് മണി റിലേറ്റഡ് ആണ്. മണി റിലേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ചെറിയ കാര്യങ്ങൾ തുടങ്ങാൻ. അപ്പോൾ നമുക്ക് മാക്സ് വളരെ വലുതൊന്നും വേണ്ട. നമുക്ക് മാനിഫെസ്റ്റേഷൻ ഈ 7 ദിവസത്തിൽ ഒരു 2000 രൂപയാണ്. ആ റേഞ്ചിലാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, കണ്ണുകൾ അടയ്ക്കുക, 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഞാൻ എക്സാമ്പിളിന് ഇവിടെ 2000 രൂപയാണ് എടുക്കുന്നത്. ആ 2000 രൂപയുടെ അപ്പിയറൻസ്, ആ 2000 രൂപ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നന്നായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. ആ 2000 രൂപ എങ്ങനെയാണ് കാണാൻ എന്ന്, അതിൻ്റെ ഫ്രണ്ട് പോർഷൻ, ബാക്ക് പോർഷൻ, പിക്ചർ എങ്ങനെയാണ്, നിങ്ങളത് തൊട്ട് നോക്കുന്നുണ്ട്, അതിനെ സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. ആ ഒരു 2000 രൂപയുടെ നോട്ടിൻ്റെ മണം നിങ്ങൾ നന്നായിട്ടൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ യൂണിവേഴ്സിനോട് പറയുകയാണ്, യൂണിവേഴ്സ് എനിക്ക് ഈ 7 ദിവസത്തിനുള്ളിൽ ഈ 2000 രൂപ എൻ്റെ കൈകളിൽ എത്തിച്ചു തരണം. അത് ഉറപ്പായും ഈ 7 ദിവസമോ അതിനുള്ളിലോ എൻ്റെ കയ്യിൽ എത്തിച്ചേരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ 2000 രൂപ എൻ്റെ കയ്യിൽ കിട്ടിയതായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ഞാൻ ആഗ്രഹിച്ച ഈ 2000 രൂപ എൻ്റെ കൈകളിൽ തന്ന ഈ യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഇനി അല്പനേരം നിങ്ങൾ ആ കാര്യം നന്നായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഏതെങ്കിലും ഒരു മാർഗത്തിൽ കൂടി, ഏതെങ്കിലും ഒരു സോഴ്സ് വഴി നിങ്ങൾക്ക് ആ 2000 രൂപ വളരെ അൺഎക്സ്പെക്റ്റഡായി നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേർന്നതായി വിഷ്വലൈസ് ചെയ്യുക. ആ രൂപ ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരാളായിരിക്കാം, നിങ്ങളുടെ ഒരു ഫ്രണ്ടായിരിക്കാം, റിലേറ്റീവ് ആയിരിക്കാം, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലൊരു കസ്റ്റമറിൻ്റെ രൂപത്തിലായിരിക്കാം നിങ്ങൾക്ക് ആ 2000 രൂപ കിട്ടുന്നത്. ഒപ്പം ആ രൂപ നിങ്ങളുടെ കൈകളിൽ എത്തുന്നു. നിങ്ങളത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു. നിങ്ങൾ ചെയ്ത മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ഓർക്കുന്നു. അതിന് നിങ്ങൾ വളരെ ഗ്രേറ്റ്ഫുള്ളാകുന്നു. കാരണം നിങ്ങൾക്കും മാനിഫെസ്റ്റേഷൻ നടക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായി വിശ്വാസമായി. നിങ്ങൾ ഇരുകൈകളിലും നീട്ടി ആ രൂപ ഏറ്റുവാങ്ങുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ട്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. കുറച്ച് സമയം ആ ഒരു വിഷ്വലൈസേഷൻ തുടർന്നോളൂ. ശേഷം കണ്ണ് തുറക്കുക. ഇനി തൊട്ടങ്ങോട്ട് നിങ്ങൾ ആ 7 ദിവസം ഇരിക്കേണ്ട മൈൻഡ് സെറ്റ് 2000 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കണം. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ടായാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫീൽ എന്താണോ അതായിരിക്കണം ഈ 7 ദിവസം ഉണ്ടാകേണ്ടത്. ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്തു, ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ മീൻസ് പിന്നെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് അതെൻ്റെ കയ്യിൽ വരുന്നത്, ആരിൽ നിന്നായിരിക്കും എനിക്ക് കിട്ടുന്നത്, ഒന്നും ചിന്തിക്കരുത്. നിങ്ങളൊരു കാര്യം യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ടാൽ യൂണിവേഴ്സ് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നടത്തി തരും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ ഈ പറഞ്ഞ ഒന്ന് ട്രൈ ചെയ്യൂ. എല്ലാവർക്കും 7 ദിവസത്തിനുള്ളിൽ മാനിഫെസ്റ്റ് ആകും നിങ്ങൾ വിചാരിച്ച എമൗണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും എന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.